നമസ്കാരം, ചലഞ്ചർ ആപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടെ മാത്രമാണ് നമുക്ക് ഇനി ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലീവേജിനെ കുറിച്ചാണ്. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈറ്റോട്ടിക് ഡിവിഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഒരു സെൽ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ക്ലീവേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം സൈഗോട്ട് എന്ന് പറയുന്നത് ഒരൊറ്റ സെല്ലാണ് അല്ലെ. സൈഗോട്ട് എന്ന് പറയുന്നത് ഒരൊറ്റ സെല്ലാണ്. എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്ത ഒരൊറ്റ സെല്ലാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്യൂഷൻ നടക്കുന്നത് എവിടെയാണ്? ഈ ഒരു പോയിന്റിൽ, നമ്മുടെ ആംബുലറി ഇസ്തമസ് ജംഗ്ഷൻ ഓഫ് ഓവിഡക്റ്റ്. അപ്പൊ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്ത് ഇവിടെ എന്തുണ്ടായി? ഞാൻ ഇവിടെ സൈഗോട്ട് എന്ന് വരച്ചിട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തുണ്ടായി? ഒരു സൈഗോട്ട് ഫോം ചെയ്തു. ഇനി സൈഗോട്ട് അവിടെ ഇരുന്നാൽ മതിയോ? സൈഗോട്ട് അവിടെ ഇരുന്ന് അവർക്ക് വളരാൻ പറ്റുമോ? വളരാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ്യൂൾ അല്ലെങ്കിൽ ഓവിഡക്റ്റിന് എന്തിനുള്ള കഴിവില്ല? വികസിക്കാൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള, യൂട്രസിനെ പോലെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ നേരെ എവിടെ കൊണ്ടുവരണം? ഇങ്ങനെ വന്ന് എവിടെ വരണം? നമ്മുടെ യൂട്രസിൽ വരണം. യൂട്രസിൽ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ഈ സൈഗോട്ട് നേരെ അവിടെ നിന്ന് എന്ത് ചെയ്യും? യൂട്രസിലേക്ക് വരും. ഈ വരുന്ന സമയത്ത് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ ആ ഫെലോപ്പിയൻ ട്യൂബ്യൂളിൽ നിന്നും യൂട്രസിലേക്ക് വരുന്ന സമയത്ത് ഈ ഒറ്റ സെല്ലായിട്ടുള്ള സെൽ എന്ത് ചെയ്യും? ഒരു സെല്ല് രണ്ടാവുന്നു. ആ 2 സെല്ല് പിന്നെ എന്താവുന്നു? 4 സെല്ലാവുന്നു. 4 സെൽ എന്താവുന്നു? ഒരു 8 സെല്ലാവുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് നടക്കും. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലീവേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് സ്റ്റാർട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ സൈഗോട്ട് എന്ത് ഡിവിഷൻ നടക്കാൻ തുടങ്ങുന്നു? മൈറ്റോസിസ് ഡിവിഷൻ, മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ മൈറ്റോട്ടിക് ഡിവിഷൻ സ്റ്റാർട്ട് അറ്റ് സൈഗോട്ട് മൂവ്സ് ത്രൂ ദ ഇസ്തമസ് ഓഫ് ഓവിഡക്റ്റ് കാൾഡ് ക്ലീവേജ് towards the uterus and forms 2, 4, 8, 16 daughter cells called blastomeres. അപ്പോൾ ഇതിനകത്ത് ഒരു സെല്ല് സൈഗോട്ട് എന്ത് ചെയ്യുന്നു? ഇസ്തമസിൽ നിന്നും യൂട്രസിലേക്ക് വരുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നു? അവർ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഒരു സെല്ലിൽ തന്നെ ഇപ്പൊ എത്ര സെല്ലായി? 2 സെല്ലായിട്ട് മാറി. അപ്പൊ ഈ 2 സെല്ലിനെ നമ്മൾ എന്തെന്ന് പറയും? 2 ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോ അവര് എന്താണ്? ഫെലോപ്പിയൻ ട്യൂബിളിന്റെ ആംബുലറി ഇസ്തമസ് ജംഗ്ഷനിൽ നിന്നും യൂട്രസിലേക്ക് വരുന്ന വഴിക്ക് അവർ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഒരു സെൽ എന്ത് ചെയ്യുന്നു? 2 സെല്ലാവുന്നു, 2 4 ആവുന്നു. ഇങ്ങനെ അവർ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ ഒരു സെല്ലാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? ഒരു സെല്ല് 2, 4, 6. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഓരോ സെല്ലിനകത്ത് നമുക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ, ഓരോ സെല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ 1, 2, 3, 4, 5 ഇതുപോലെ നമുക്ക് അതിനുള്ളിൽ കാണാൻ പറ്റും. അപ്പൊ ആ ഓരോ സെല്ലിനെയും നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ് ആ ഓരോ സെല്ലിനെയും പറയുന്നത്. അപ്പോ അവിടെ നിന്ന് യൂട്രസിലേക്ക് വരുന്ന സമയത്ത് ഒരു സെല്ല് 2 ആവുന്നു, 2 4 ആവുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് നടക്കുന്നു. അപ്പൊ ഈ ഒരു ഡിവിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലീവേജ് എന്ന് പറയുന്നത്. ഓക്കെ, the embryo with 8 to 16 blastomeres are called morula. അപ്പോൾ ആ ഒരു എംബ്രിയോയ്ക്കുള്ളിൽ ഒരു 8 തൊട്ട് 16 വരെ ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള ഒരു സെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോറുല എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റേജിനെ പറയുന്ന പേരെന്താണ്? മോറുല. ഓക്കെ, ഈ മോറുല വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുന്നു. എന്നിട്ട് അവർ എന്തായിട്ട് മാറും? ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറും. അപ്പൊ ഈ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു മോറുല പിന്നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ അവർ ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറും. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? നമ്മുടെ യൂട്രസിന്റെ ഇന്നർ വാളിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? യൂട്രസിന്റെ ഇന്നർ വാളിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. The blastomeres in the blastocyst are arranged in an outer layer called trophoblast and an inner group of cell mass attached to the trophoblast called inner cell mass. അപ്പൊ ഈ ബ്ലാസ്റ്റോസിസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഔട്ട്സൈഡിലും ഇൻസൈഡിലും ഒക്കെ സെൽസ് ഉണ്ടാവും. ഔട്ട്സൈഡ്സിലുള്ള സെൽസിനെ പറയുന്ന പേര് ട്രോപ്പോബ്ലാസ്റ്റ് എന്നും ഇന്നർ ഗ്രൂപ്പ് ഓഫ് സെൽസിനെ പറയുന്ന പേര് എന്താണ്? ഇന്നർ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആരുമായിട്ട് അറ്റാച്ച് ചെയ്തായിരിക്കും കാണുന്നത്? ട്രോപ്പോബ്ലാസ്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്തായിരിക്കും കാണുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലാസ്റ്റോസിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇവരുടെ പുറം ഭാഗത്തും എന്തുണ്ട്? കുറെ സെല്ലുകളുണ്ട്. അതിനെ പറയുന്ന പേര്, ഔട്ടർ ലെയർ ഓഫ് സെൽസിനെ പറയുന്ന പേര് എന്താണ്? ട്രോപ്പോബ്ലാസ്റ്റും. പിന്നെ അതിന്റെ സെന്ററിൽ എന്തുണ്ടാവും? കുറെ ഇന്നർ സെൽ മാസും ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ അകത്ത് ഇന്നർ സെൽ മാസും ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഇന്നർ സെൽസ് ഏതുമായിട്ട് കോണ്ടാക്ട് കാണും? ഔട്ട്സൈഡിലുള്ള ട്രോപ്പോബ്ലാസ്റ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്തായിട്ടും ആയിരിക്കും കാണുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു സ്റ്റേജ്. ഇതാ കണ്ടല്ലേ, എഗ് എന്ന് പറയുന്നത്, എഗ്ഗിനുള്ളിലേക്ക് എന്ത് വന്നു? സ്പേംസ് വന്ന് അവിടെ ഫ്യൂഷൻ നടന്നു. അപ്പൊ ഈ ഒരു സ്റ്റേജ് എന്താണ്? ഫെർട്ടിലൈസേഷൻ ആണല്ലേ. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് കഴിഞ്ഞു. അപ്പൊ എന്തുണ്ടായി? സൈഗോട്ട് ഫോം ചെയ്തു.
ഈ സൈഗോട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവിടെ നോക്കി ഓരോ 2 സെൽ ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ ഓരോ സെല്ലിനെയും നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ 2 സെല്ലായി, ഇവിടെ എത്രയായി, 4 സെല്ലായി. അപ്പൊ ഇവിടെ നോക്കിയോ, ഇവിടെ നോക്കുമ്പോൾ 8 സെല്ലായി. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് ഇത് പോകുന്ന ആ ഒരു സ്റ്റെപ്പാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ എന്താണ് ഒരു 16 സെല്ലുള്ള എന്താണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. മോറുല എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. മോറുല കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ട്രോപ്പോബ്ലാസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് നോക്കിക്കേ, ഇവിടെ ഒരു പുറത്ത് ഒരു ഔട്ടർ സെൽസും ഉണ്ടാവും, ഇന്നർ സെൽസും ഉണ്ടാവും. ഈ ഔട്ടർ സെൽസിനെ പറയുന്ന പേര് ട്രോപ്പോബ്ലാസ്റ്റ് എന്നും അകത്തുള്ളതിനെ ഇന്നർ സെൽമാസ് എന്നും പറയുന്നു. ഈ ട്രോപ്പോബ്ലാസ്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്തായിരിക്കും ആര് കാണുന്നത്, നമ്മുടെ ഇന്നർ സെൽമാസ് കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ ആണ്. അപ്പോൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ യൂട്രസിന്റെ ഇന്നർ വോൾ ആയിട്ടുള്ള എൻഡോമെട്രിയത്തിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അറ്റാച്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ടു ദ ഇന്നർ വാൾ ഓഫ് യൂട്രസ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുക, ട്രോപ്പോബ്ലാസ്റ്റ് ലെയർ എന്ത് ചെയ്യും, ബ്ലാസ്റ്റോസിസ്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ലെയർ ആണ് പുറമേ ഉള്ള ട്രോപ്പോബ്ലാസ്റ്റ് അല്ലെ. ആ ട്രോപ്പോബ്ലാസ്റ്റില് എന്താണ്, ബ്ലാസ്റ്റോസിസ്റ്റിനകത്തുള്ള ട്രോപ്പോബ്ലാസ്റ്റ് ആണ് നമ്മുടെ യൂട്രസിന്റെ എൻഡോമെട്രിയോമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്നത് ആണല്ലോ. ആ സെൽസ് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് എംബ്രിയോ ആവുന്നത്. അപ്പോൾ ഈ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ യൂട്രസിന്റെ സെൽസും ഈ ട്രോപ്പോബ്ലാസ്റ്റ് സെല്ലുകളും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അമ്മയുടെ മെറ്റേണൽ ആ ഒരു ടിഷ്യൂവും കുഞ്ഞിന്റെ ഫീറ്റസ് ടിഷ്യൂവും തമ്മിൽ എന്ത് ചെയ്യും, ജോയിൻ ചെയ്ത് നിൽക്കും. ജോയിൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഒരു ഫീറ്റസ് അല്ലെങ്കിൽ ആ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്ത് ചെയ്യും, ആ യൂട്രസിനകത്ത് നല്ലോണം എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്ത് നിൽക്കും. ഈ ഒരു പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, ആഫ്റ്റർ അറ്റാച്ച്മെന്റ് ദ യൂട്രൈൻ സെൽ വോൾ ഡിവൈഡ്. കണ്ടോ, അറ്റാച്ച്മെന്റിന് ശേഷം യൂട്രസിന്റെ സെൽ എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഈ ഒരു ബ്ലാസ്റ്റോസിസ്റ്റിന് ചുറ്റും എന്ത് ചെയ്യാൻ തുടങ്ങും, കവർ ചെയ്യാൻ തുടങ്ങും. ആസ് എ റിസൾട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് എന്താ സംഭവിക്കുക, യൂട്രസിന്റെ വോളിൽ എംബഡ് ചെയ്തിരിക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇംപ്ലാന്റേഷൻ. ഇതിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എംബ്രിയോണിക് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പീരീഡിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, പ്രഗ്നൻസി എന്ന് പറയുന്ന പീരീഡ്. ഓക്കെ, after implantation the inner cell must differentiated into outer called ectoderm and inner layer called endoderm. നമ്മൾ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് കുറെ ലെയേഴ്സ് ഫോം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന അതിനകത്ത് എന്ത് ചെയ്യും, കുറച്ച് ലെയേഴ്സ് ഫോം ചെയ്യും. ആ ലെയേഴ്സിൽ അതിനെ നമ്മൾ ജേം ലെയേഴ്സ് അല്ലെങ്കിൽ എംബ്രിയോണിക് ലെയേഴ്സ് എന്ന് പറഞ്ഞു. ഈ എംബ്രിയോണിക് ലെയേഴ്സിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ ബോഡി പാർട്സ് എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇന്നർ സെൽമാസ് എന്താ ചെയ്യുന്നത്, ഇന്നർ സെൽമാസ് എന്ത് ചെയ്യും, അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഔട്ടറിലുള്ളത് എക്ടോഡേമും ഇന്നറിലുള്ളവരെല്ലാം എൻഡോഡേമുമായിട്ട് മാറും. എന്നിട്ട് അതിന്റെ ഇടയിൽ തന്നെ എന്താണ്, ഒരു മിഡിൽ ലെയർ ആയിട്ടുള്ള മീസോഡേമും എല്ലാം അതിന്റെ ഇടയിൽ ഫോം ചെയ്യും. അങ്ങനെ ഈ 3 ലെയേഴ്സും അവിടെ ഫോം ചെയ്യും, ഔട്ടർ എക്ടോഡം, ഇന്നർ എൻഡോഡം ആൻഡ് മിഡിൽ മീസോഡം. അപ്പൊ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ ഈ 3 ലെയേഴ്സിൽ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഓർഗൻസും, നോട്ടോകോഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഏത് ഭാഗങ്ങളായിക്കോട്ടെ അവരെല്ലാം തന്നെ, മസിൽസ് ആയിക്കോട്ടെ, ബ്ലഡ് വെസൽസ്, അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഈ 3 ജേർമിനൽ ലെയേഴ്സിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നർ സെൽ മാസ് കണ്ടെയ്ൻ സർട്ടൺ സെൽസ് കാൾഡ് സ്റ്റെം സെൽസ്. അപ്പൊ ഇന്നർ സെൽ മാസിൽ കുറച്ച് സെൽസ് ഉണ്ട്. ആ സെൽസിനെ പറയുന്ന പേര് സ്റ്റെം സെൽസ് എന്നാണ്. ഈ സ്റ്റെം സെൽസിന് ഒരു പ്രത്യേകതയുണ്ട്, അവർക്ക് ഏത് ടൈപ്പ് ഓഫ് സെൽസ് ആവാനും വേണ്ടി ഒരു കപ്പാസിറ്റി ഉള്ള സെൽസ് ആണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ഈ ഏത് ടൈപ്പ് വേണമെങ്കിലും ആയി മാറാനുള്ള ഈ ഒരു കഴിവിനെ പറയുന്ന പേരാണ് ടോട്ടി പൊട്ടൻസി എന്നാണ് ഈ ഒരു കഴിവിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു പിക്ചർ എന്ന് പറയുന്നത്, ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ പിക്ചർ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഓവറിയിൽ എന്ത് ചെയ്യുന്നു, ഓവം ഉണ്ടാവുന്നു. ഓവം നമ്മുടെ ഓവിഡക്റ്റിന്റെ ഫിംബ്രി എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു അല്ലെ. കളക്ട് ചെയ്തിട്ട് ദാ ആംബ്ലറി ഇസ്തുമസ് ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ നിന്ന് ദാ സ്പേംസ് വരുന്നു. സ്പേംസ് വന്ന് അതിനെ ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എന്തായിട്ട് മാറി, സൈഗോട്ട് ആയിട്ട് മാറി. ഈ സൈഗോട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഓവിഡക്റ്റിൽ നിന്നും ദാ യൂട്രസിൽ വരുന്നത് വരെ അവർ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവരുടെ സെല്ല് കണ്ടില്ലേ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 2 ആവുന്നു, 4 ആവുന്നു, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആണ് ദ യൂട്രസിന്റെ ഇന്നർ വോളായ എൻഡോമെട്രിയത്തിൽ വന്ന് അറ്റാച്ച് ചെയ്ത് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളെ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ ഏതൊക്കെ സ്റ്റെപ്സ് പഠിച്ചു, ഗ്യാമറ്റോജനസിസ് പഠിച്ചു, അത് കഴിഞ്ഞിട്ടുള്ള ഇൻസെമിനേഷൻ,
പിന്നെ എന്തായിരുന്നു ഫെർട്ടിലൈസേഷൻ, പിന്നെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു അടുത്ത ഇംപ്ലാന്റേഷൻ. അപ്പൊ ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അടുത്തത് എന്താണ് പ്ലാസന്റ എന്ന് നമുക്ക് നോക്കാം. ഇംപ്ലാന്റേഷന് ശേഷം ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അപ്പിയർ ഓൺ ദ ട്രോപ്പോബ്ലാസ്റ്റ് കാൾഡ് കോറിയോണിക് വില്ലേ വിച്ച് ആർ സറൗണ്ടഡ് ബൈ യൂട്രസ് ടിഷ്യൂ ആൻഡ് മെറ്റേണൽ ബ്ലഡ്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ യൂട്രസിന്റെ ബ്ലഡും അതുപോലെ തന്നെ എന്ന് വെച്ചാൽ യൂട്രൈൻ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ അമ്മയുടെ ടിഷ്യൂസും അതുപോലെ തന്നെ എന്താണ് കുഞ്ഞിന്റെ ടിഷ്യൂസിനും ഇടയിൽ എന്ത് ചെയ്യും, ഒരു ലെയർ ഫോം ചെയ്യാൻ തുടങ്ങും. അതെന്താണെന്ന് വെച്ചാൽ പ്ലാസന്റയാണ്. ഈ പ്ലാസന്റ വഴിയാണ് അമ്മയുടെ ബോഡിയിൽ നിന്നും കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതും മാത്രമല്ല കുഞ്ഞിന്റെ ശരീരത്തിൽ ഫോം ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസും കാർബൺ ഡൈ ഓക്സൈഡും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുഞ്ഞിന്റെ ബോഡിയിൽ നിന്നും അമ്മയുടെ ബോഡിയിലേക്ക് എന്താണ് റിമൂവ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു പ്ലാസന്റ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ബ്ലഡ് മിക്സ് ചെയ്യാതെ ഇവരുടെ രണ്ടുപേരുടെയും ടിഷ്യൂസ് തമ്മിൽ ഓരോ കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേഷൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്ലാസന്റ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്ത് ചെയ്യുന്നു, ട്രോപ്പോബ്ലാസ്റ്റിൽ ചെറുതായിട്ട് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാകുന്നു. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ പറയുന്ന പേരാണ് കോറിയോണിക് വില്ലേ. ഈ കോറിയോണിക് വില്ലയിന് ചുറ്റും എന്താണ് യൂട്രസിന്റെ ടിഷ്യൂസും അല്ലെങ്കിൽ മെറ്റേണൽ ബ്ലഡും തമ്മിൽ എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു കോറിയോണിക് വില്ലയും യൂട്രസും എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ രണ്ടും കൂടെ ചേർന്നാണ് പുതിയൊരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ആ ഒരു സ്ട്രക്ചറിനാണ് എന്ത് ചെയ്യുന്നത്, പ്ലാസന്റ എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ അമ്മയുടെ ടിഷ്യൂവും കുഞ്ഞിന്റെ ടിഷ്യൂനെയും തമ്മിൽ വേർതിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാസന്റ എന്ന് പറയുന്ന ആ ഒരു പാർട്ട്. ഓക്കെ, പ്ലാസന്റ എന്ന് പറഞ്ഞ ഒരു കണക്ഷൻ ആണല്ലേ, എംബ്രിയോയും അമ്മയും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ്. അപ്പൊ ഇതുവഴി എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ഇതുവഴി എന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എന്തൊക്കെ സബ്സ്റ്റൻസ് ആണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്ലാസന്റയാണ് എന്ത് ചെയ്യുന്നത്, കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ കുഞ്ഞിലേക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ക്രീറ്ററി വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ റിമൂവ് ചെയ്യുന്നതും ഒക്കെ ഏത് വഴിയാണ്, പ്ലാസന്റ എന്ന് പറയുന്ന ഭാഗം വഴിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്ലാസന്റ ഒരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് എൻഡോക്രൈൻ ടിഷ്യൂ എന്ന് പറഞ്ഞാല് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളവരാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അപ്പൊ ഈ പ്ലാസന്റയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കുറച്ച് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെ ഹോർമോൺസ് ആണ് പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ HCG, അതുപോലെ തന്നെ ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ HPL, പിന്നെ ഈസ്ട്രജൻ, പ്രൊജസ്റ്റിറോൺ, ഇതുപോലെയുള്ള ഹോർമോൺസ് ഒക്കെ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ HCG, ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ HPL, പിന്നെ ഈസ്ട്രജനും പ്രൊജസ്റ്റിറോൺ. ഇതൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. അതുകൊണ്ടാണ് പ്ലാസന്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻഡോക്രൈൻ ടിഷ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ HCGയും HPLും റിലാക്സിനും ഒക്കെ എന്താണ്, ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ വുമൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആയിരിക്കും. ലേറ്റർ ഫേസ് ഓഫ് പ്രഗ്നൻസിയിലാണെങ്കിൽ വേറൊരു ഹോർമോൺസ് ഉണ്ടെന്നാണ്, റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺസും എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓവറി സെക്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഗസ്റ്റേഷൻ എന്ന് പറയുന്ന പീരീഡ്. ഗസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു പ്രഗ്നൻസി പീരീഡിനെയാണ് നമ്മൾ ഗസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പീരീഡിലാണ് ആക്ച്വലി എന്ത് നടക്കുന്നത്, കുഞ്ഞിന്റെ എംബ്രിയോണിക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അപ്പൊ നോക്കാം എന്താണ്, ഡ്യൂറിംഗ് ഫെർട്ടിലൈസേഷൻ the duration between fertilization and pasteurization is called gestation. എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ തൊട്ട് ഡെലിവറി നടക്കുന്നതിനിടയിലുള്ള ആ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു പ്രഗ്നൻസി പീരീഡിനെയാണ് നമ്മൾ ഗസ്റ്റേഷൻ ടൈം എന്ന് പറയുന്നത്. ഫസ്റ്റ് മന്ത് ഓഫ് പ്രഗ്നൻസിയിൽ എന്താണ് ഫോം ചെയ്യുന്നത്, ഹാർട്ട് ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട്. ആദ്യമേ നമുക്ക് ഹാർട്ട് ബീറ്റ് ആണ് അറിയുന്നത് അല്ലെ. അപ്പോൾ ഫസ്റ്റ് മന്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഹാർട്ട് ബീറ്റ് ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ഹാർട്ട് ഫോം ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സൈൻ ഓഫ് ഗ്രോയിങ് ഫീറ്റസ് മേ ബി നോട്ടീസ് ബൈ ലിസണിങ് ഓഫ് ദ ഹാർട്ട് സൗണ്ട്. അപ്പോൾ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഹാർട്ടിന്റെ സൗണ്ട് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫീറ്റസിന്റെ ആ ഒരു വളർച്ച നമ്മൾ എന്ത് ചെയ്യുന്നത്, നോട്ടീസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് മന്ത് ആവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എൻഡ് ഓഫ് സെക്കൻഡ് മന്ത് ആവുമ്പോഴേക്കും എന്ത് ചെയ്യും, ലിംസും ഡിജിറ്റ്സും ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങും. കൈകളും അതുപോലെ തന്നെ വിരലുകളും കൈകാല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ബൈ ദ എൻഡ് ഓഫ് 12th വീക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ,
1 to 3 മന്ത്സിനെയാണ് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 12th വീക്കിന്റെ അവസാനം, ദാറ്റ് മീൻസ് ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ അവസാനം എന്ത് ചെയ്യുന്നു, മേജർ ഓർഗൻസ് ഒക്കെ തന്നെ അവിടെ ഫോം ചെയ്യുന്നു. എന്ന് വെച്ചാൽ ലിംസ് ആണെങ്കിലും എക്സ്റ്റേണൽ ജെനിറ്റേലിയ ആണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു 3rd മന്ത് ഒക്കെ ആവുമ്പോൾ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. ഇനി 5th മന്തിൽ എന്താ ചെയ്യുന്നത്, കുഞ്ഞിന്റെ ഫസ്റ്റ് മൂവ്മെന്റ് അല്ലെ, ഒരു അനക്കം, ആദ്യമായിട്ട് കുഞ്ഞിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡിനകത്ത് ഹെയർ ഒക്കെ അപ്പിയർ ആവുന്നുണ്ട്. ഇനി 24th വീക്ക്, ദാറ്റ് മീൻസ് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ 4th, 5th, 6th മന്ത്സ് ആണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിലാണെങ്കിൽ കുഞ്ഞിന്റെ ബോഡിയൊക്കെ ഫുള്ളി എന്ത് ചെയ്യും, ഫൈൻ ഹെയർസ് കൊണ്ട് കവർ ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞിന്റെ കണ്ണിനെയൊക്കെ ഐലിഡ്സ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഐലാഷസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ്, 24th വീക്കാണ്. ദാറ്റ് മീൻസ് സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫോം ചെയ്യുന്നത്. ഇനി 9th മന്ത് ഓഫ് പ്രഗ്നൻസി, ദാറ്റ് മീൻസ് എന്താണ്, 3rd ട്രൈമസ്റ്റർ ആയെന്ന് വെച്ചാൽ ഡെലിവറിക്കുള്ള സമയം ആവാറായി. ആ ഒരു സമയത്ത് എന്താണ്, ആ ഒരു ഫീറ്റസ് എന്ന് പറയുന്നത് ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കും. എല്ലാ ഓർഗൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് റെഡി ഫോർ ഡെലിവറി അല്ലെ, കുഞ്ഞിന്റെ പ്രസവം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്ന ഒരു ഫീറ്റസ് ആയിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഓർഗൻസും എന്ത് ചെയ്യും, അത് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് ഡ്യൂറിംഗ് പ്രഗ്നൻസി ലെവൽ ഓഫ് ഹോർമോൺസ് ലൈക്ക് ഈസ്ട്രോജൻ, പ്രൊജസ്റ്റീറോൺ, cortisol, prolactin, thyroxine, etc. are increased several folds in the maternal blood. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ അമ്മയുടെ ബ്ലഡിനകത്ത് ഒരുപാട് ഹോർമോൺസിന്റെ അളവ് കൂടുതലായിരിക്കും. ഏതൊക്കെ ഹോർമോൺസ് ആയിരിക്കും, പ്രഗ്നൻസി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോണാണ് പ്രൊജസ്റ്റീറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അല്ലെ. അപ്പൊ ആ ഒരു ഹോർമോണിന്റെ അളവ്, അതുപോലെ തന്നെ കോർട്ടിസോൾ, പ്രോലാക്ടിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്തിനു വേണ്ടിയിട്ടാണ്, പ്രൊഡക്ഷൻ ഓഫ് മിൽക്കിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രൊലാക്ടിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺസ്, അതുപോലെ തന്നെ ഈസ്ട്രജൻ, ഇത്തരത്തിലുള്ള തൈറോക്സിൻ, ഇങ്ങനെയുള്ള ഹോർമോൺസ് എല്ലാം ഇതിന്റെ ഒക്കെ എമൗണ്ട് എന്ത് ചെയ്യും, കൂടുതലായിരിക്കും ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ദീസ് ഹോർമോൺസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കുഞ്ഞിന്റെ ആ ഒരു പ്രഗ്നൻസി പീരീഡ് നിലനിർത്താൻ വേണ്ടിയിട്ടും അമ്മയുടെ ബോഡിയിൽ ഒരുപാട് മെറ്റബോളിക് ചേഞ്ചസ് ഒക്കെ നടക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ചേഞ്ചസിന് വേണ്ടിയിട്ടും ഒക്കെ ആ ഒരു കുഞ്ഞിന്റെ ഗ്രോത്തിനും പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനും അമ്മയുടെ ഒരുപാട് മെറ്റേണൽ ചേഞ്ചസിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഈ ഹോർമോൺസുകളെല്ലാം. അതുകൊണ്ടാണ് ഈ പ്രഗ്നൻസി ടൈമിൽ ഇത്രയും ഹോർമോൺസ് ഇത്രയും എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ്ഡ് എമൗണ്ട് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പാണ് പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെലിവറിയാണ് കേട്ടോ. ഡെലിവറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഡെലിവറി ഓഫ് ദ ബേബി. ഈ ഒരു സമയത്ത് എന്താ, ആവറേജ് പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് 9 months ആണ്. ഹ്യൂമൻസിന്റെ കേസിൽ 9 months ആണ് ഒരു എന്താണ് പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ തന്നെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്ന ഒരു ഭാഗം എന്ത് ചെയ്യുന്നു, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്തിനു വേണ്ടി സഹായിക്കുന്നു എന്ന് വെച്ചാൽ യൂട്രസിലാണ് അവർ പ്രധാനമായിട്ടും ആക്ട് ചെയ്യുന്നത് കേട്ടോ. യൂട്രസിലാണ് പ്രധാനമായിട്ടും ആക്ട് ചെയ്യുന്നത്. യൂട്രസിൽ ആക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ യൂട്രസിന്റെ വോൾസ് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ടും സ്ട്രോങ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ യൂട്രസിനകത്തുള്ള കുഞ്ഞ് എന്ത് ചെയ്യുന്നത്, വജൈന വഴി പുറത്തേക്ക് എക്സ്പെൽ ആവുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, പാർച്ചുറേഷൻ അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് എന്ന് പറയുന്ന ഒരു പ്രോസസ്. അപ്പൊ ഇതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അപ്പൊ പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ഇത് ഓക്സിറ്റോസിൻ. ദാറ്റ് മീൻസ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോൺ. പാർച്ചുറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റം കൂടെയൊക്കെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് പാർച്ചുറേഷൻ. കാരണം നമുക്കറിയാം ഒരുപാട് എന്താണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നു, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്സിറ്റോസിൻ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു നമ്മുടെ സ്ട്രോങ് കോൺട്രാക്ഷൻ, മസിൽസ് ഒക്കെ ഭയങ്കരമായിട്ടും സ്ട്രോങ് കോൺട്രാക്ട് ചെയ്യുന്നതും അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഡെലിവറി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വളരെ ഇതായിട്ട് നടക്കുന്നത്. അപ്പം ഇതാണ് ഡെലിവറി എന്ന് പറയുന്ന പ്രോസസ്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാക്ടേഷൻ. നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു ഓർഗൻ ആണ് അല്ലെങ്കിൽ പാർട്ടാണ് നമ്മുടെ മാമറി ഗ്ലാൻഡ്സ് അല്ലെ. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ലാക്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ്സും അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാമറി ഗ്ലാൻഡ്സ് വഴിയാണ് കുഞ്ഞിന് എന്ത് ചെയ്യുന്നത്, നറിഷ് ചെയ്യുന്നത്. അപ്പോൾ മാമറി ഗ്ലാൻഡ്സ് ഓഫ് ഫീമെയിൽസ് അണ്ടർഗോ ഡിഫറൻസിയേഷൻ ഡ്യൂറിംഗ് പ്രഗ്നൻസി. അപ്പൊ അമ്മയുടെ എന്ത് ചെയ്യുന്നു, മാമറി ഗ്ലാൻഡ്സും ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണല്ലോ. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലാക്ടേഷൻ എന്ന് പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ന്യൂ ബോൺ ബേബീനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ഉള്ളത്, ലാക്ടേഷൻ നടക്കുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിനെ പറയുന്ന പേരാണ് കൊളസ്ട്രം എന്നാണ് ആ ഒരു മിൽക്കിനെ പറയുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിൽക്കാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ബിക്കോസ് ഈ കൊളസ്ട്രത്തിനകത്ത് എന്തുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ആന്റിബോഡീസ് ഉണ്ട്. ഏത് ആന്റിബോഡീസ് ആണ്, ആന്റിബോഡീസ് എ, ഇമ്മ്യൂണോഗ്ലോബുലിൻ എ എന്ന് പറയുന്ന ആന്റിബോഡീസ് ഒരുപാടുണ്ട്. അപ്പൊ ഈ ഒരു
ഒരു യെല്ലോ കളേർഡ് മിൽക്ക് ആണ് ഈ ഒരു കൊളസ്ട്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു യെല്ലോ കളേർഡ് മിൽക്ക് ആയിട്ടുള്ള കൊളസ്ട്രം കുഞ്ഞിന് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ആന്റിബോഡീസ് എ ഉണ്ട്. ഈ ആന്റിബോഡീസ് എ കുഞ്ഞിലേക്ക് കൊടുക്കുമ്പോൾ കുഞ്ഞിന് എന്ത് ചെയ്യും, ഒരുപാട് രോഗപ്രതിരോധ ശേഷിയും പിന്നെന്താണ് ഇമ്മ്യൂണിറ്റി പവറും ഒക്കെ കുഞ്ഞിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞിന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു കൊളസ്ട്രം എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രൊഡ്യൂസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രഗ്നന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ഉടനെ ബ്രസ്റ്റ് ഫീഡിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ബ്രസ്റ്റ് ഫീഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ആ കുട്ടിക്ക് അത്രയും എന്താണ് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും ചെറിയ അസുഖങ്ങളും അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിൽക്കാണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ കളേർഡ് ആയിട്ടുള്ള കൊളസ്ട്രം എന്ന് പറയുന്ന മിൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിൽക്ക് സെക്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺ ഏതാണ്, പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് നമ്മുടെ മിൽക്ക് സെക്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ മിൽക്ക് ഇജക്റ്റിംഗ് ഹോർമോൺ ആണെങ്കിൽ ഓക്സിറ്റോസിൻ ആണ് കേട്ടോ. മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്ന പ്രൊലാക്റ്റിനും, എന്നാൽ മിൽക്ക് സക്ക് ചെയ്ത് അല്ലെങ്കിൽ പുറത്തോട്ട് എടുക്കാൻ വേണ്ടി എടുക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ഓക്സിറ്റോസിനുമാണ്. ഇനി പ്രഗ്നൻസി ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ് പ്രഗ്നൻസി ഹോർമോൺ. പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെലിവറിക്ക് വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഓക്സിറ്റോസിനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്, ഈ ഒരു ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ഇത്രയും ആയപ്പോൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്